നഴ്സുമാരുടെ സമരത്തെ നേരിടാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം തള്ളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ. സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കെത്താൻ സാധിക്കില്ലെന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഉത്തരവ് പിൻവലിക്കും വരെ സമരം തുടരും. സ്വകാര്യ ആശുപത്രികൾ രോഗികൾക്ക് സൗജന്യ സേവനം നൽകുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് ഹാജരാകാമെന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾ അറിയിച്ചു. നഴ്സുമാരുടെ അനിശ്ചിതകാല പണിമുടക്കിനെ നേരിടാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരരംഗത്തെത്തിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ആശുപത്രികളിൽ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. നഴ്സിംഗ് രജിസ്ട്രേഷൻ പോലുമില്ലാതെ ആശുപത്രികളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. ഞങ്ങൾ ആരും രജിസ്റ്റേർഡ് നഴ്സസ് അല്ല, ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല. അങ്ങനെയുള്ള ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡ്യൂട്ടി എടുത്ത് ബൈ ചാൻസ് എന്തെങ്കിലും പറ്റിയാൽ ഈ മാനേജ്മെന്റോ ഈ കളക്ടറോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഞങ്ങൾ ഓൺ റിസ്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഭാവിയിൽ നഴ്സിംഗ് മേഖലയിലെത്തുന്നവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന സമരം. അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഇന്നത്തെ സ്റ്റുഡന്റ് നഴ്സസ് ആണ്, നാളത്തെ നഴ്സുമാരാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സഹോദരിമാർ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ പിന്തുണ അവരെ അറിയിക്കുക തന്നെ ചെയ്യും. സ്വകാര്യ ആശുപത്രികളിൽ രോഗികൾക്ക് സൗജന്യ സേവനം നൽകാൻ തയ്യാറാണെങ്കിൽ ഡ്യൂട്ടിക്ക് ഹാജരാകാമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ₹1 പോലും അവരെ പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് ഈടാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണ്. അതേസമയം ഡ്യൂട്ടിക്ക് ഹാജരാകാൻ തയ്യാറാകാത്ത വിദ്യാർത്ഥികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുമെന്ന് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ ആശുപത്രി പരിസരങ്ങളിലെ നിരോധനാജ്ഞയെ മറികടന്നും INA സമരം പുരോഗമിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ.